ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ചോറിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ തോരൻ റെഡിയാക്കാം. ചിക്കൻ തോരൻ ഉണ്ടാക്കാനായിട്ട് 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യുമ്പോൾ ചിക്കനും മസാലകളും തേങ്ങയെല്ലാം ചേർന്ന് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു പാൻ വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകപ്പ് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 3 പിരിയൻ മുളക് പൊട്ടിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കാം. 20ഓളം ചുവന്നുള്ളി ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പന്ത്രണ്ട് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം. മൂന്ന് സവാള ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് വഴച്ചെടുക്കണം. സവാളയെല്ലാം കളറൊന്ന് മാറി വരുന്നവരെ നന്നായി തന്നെ ഒന്ന് വഴച്ചെടുക്കാം. അപ്പോൾ സവാളയെല്ലാം കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഈ സമയം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചിക്കനിലേക്ക് പിടിക്കാനുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിനുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിലെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാം നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് ചിക്കനെ നന്നായി കുക്ക് ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിനുള്ളിൽ വെച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനെല്ലാം വെന്ത് ഇതിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഈ സമയം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത ശേഷം ഒരു 3-4 മിനിറ്റ് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തത് ഡ്രൈ ആക്കി എടുക്കാം. ഞാനിതിലോട്ട് ഗരം മസാലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വെളിച്ചെണ്ണയുടെയും വേപ്പിലയുടെയും എല്ലാം ഫ്ലേവറാണ് വെക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർക്കാതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ വെളിച്ചെണ്ണയുടെയും വേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇതുപോലെ വെളിച്ചെണ്ണയും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ തോരന് കൂടുതൽ ടേസ്റ്റ് കിട്ടും. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും പൊറോട്ടയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ തോരനാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.